വടക്കേ മലബാറിലെ പൂരോത്സവത്തിന് മാറ്റുകൂട്ടി പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ വാഴച്ചാൻ പോതിയുടെ പുറപ്പാട് നടന്നു. ചടങ്ങ് ദർശിക്കാൻ നിരവധി പേരാണ് എത്തിയത്. പുതുതലമുറയ്ക്ക് അപരിചിതമായ പല ആചാരങ്ങളും കലകളും ഇന്നും ഗ്രാമങ്ങളിൽ സജീവമാണെന്നതിന്റെ തെളിവാണ് ഇത്തരം വേഷങ്ങൾ. വാഴച്ചാൻ പോതി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ കിരാതപരമായിട്ട് കാട്ടാള വേഷമാണ്. കാട്ടാള വേഷം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയുന്ന കിരാതമൂർത്തികളെ സങ്കല്പത്തിലുള്ള രണ്ട് കാട്ടാള വേഷങ്ങളാണ്. അത് തികച്ചും അതിൻ്റെ വേഷവിധാനങ്ങൾ വാഴയില, ഉണങ്ങിയ വാഴയില കൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു 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 വസ്ത്രധാരണം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അത് മാത്രം ധരിച്ചുകൊണ്ട് രണ്ട് കൈകളിലും രണ്ട് ആയുധങ്ങൾ ധരിച്ച്, ആയുധങ്ങൾ ഒരു സങ്കല്പത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് രണ്ട് വലിയ ദണ്ഡുകളാണ്. ദണ്ഡുകളും ധരിച്ച് ഉള്ള ഒരു രൂപമാണ് കിരാതഭാവം. അപ്പോൾ കിരാതഭാവത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാം. അതിൻ്റെ കഥയനുസരിച്ചിട്ട് കാട്ടാള വേഷധാരിയായിട്ടുള്ള ശിവനെയാണ് പ്രതിനിധാനം ചെയ്യുന്ന വാഴച്ചാൻ പോതി. ആ വാഴച്ചാൻ പോതി തന്നെയാണ് നമ്മുടെ ഈ വേട്ടയ്ക്കൊരുമുഖൻ എന്നൊരു ദൈവത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സങ്കല്പമായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ പരീക്ഷണത്തിനൊടുവിൽ പാർത്ഥിനി പാശുപതാസ്ത്രം നൽകി എന്നൊരു വലിയൊരു കഥയും അതിൻ്റെ പുറകിലുണ്ട്. ഇതിനൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ വാഴച്ചാൻ പോതി എന്നൊരു സങ്കല്പം നമ്മൾ തെരുവിൽ വെട്ടിയാടുന്നത്.